ഹായ് ഓൾ, നമ്മളിന്ന് ഈൽഡ് ലൈൻ അനാലിസിസ് ഓഫ് സ്ലാബ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈൽഡ് ലൈൻ അനാലിസിസിനെ കുറിച്ച് പറയുമ്പം ദേ ആർ ദ ക്രാക്ക് പാറ്റേൺസ്. ഒരു സ്ലാബ് നമ്മൾ ലോഡ് ചെയ്യുമ്പം അതിൻ്റെ മാക്സിമം മൊമെന്റ് വരുന്നിടത്ത് ആദ്യം ഒരു ക്രാക്ക് ഉണ്ടാവും, പിന്നെ ആ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിൻ്റെ ബൗണ്ടറികളിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ക്രാക്ക് പാറ്റേണിനെയാണ് നമ്മൾ ഈൽഡ് ലൈൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ക്രാക്ക് പാറ്റേൺ അല്ലെങ്കിൽ ഈൽഡ് ലൈൻസ് എപ്പോഴും ഷേപ്പ്, ആ സ്ലാബിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും, അതേപോലെ തന്നെ സപ്പോർട്ട് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. ഇനി ഈ ഈ ഈൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് ആണ്. ഇങ്ങനെ ഈ ലൈൻസിൽ കൂടെ ഈ സ്ലാബ് ക്രാക്ക് ചെയ്തിട്ട് ഇത് പല എലമെന്റ്സ് ആയിട്ട് പൊട്ടിപ്പോവും എന്നാണ് പറയുക. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസുകൾ, പൊട്ടിയിട്ട് വിട്ടുമാറുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആക്സിസുകൾ എന്ന് പറയുന്നത് ഈ ഈൽഡ് ലൈൻസ് ആണ്. ഈൽഡ് ലൈൻസിന് കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളത്, ഈൽഡ് ലൈൻസ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അവർ എൻഡപ്പ് ചെയ്യുന്നത് സ്ലാബിന്റെ ബൗണ്ടറികളിൽ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഈൽഡ് ലൈനുമായിട്ട് വേറൊരു ഈൽഡ് ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഈൽഡ് ലൈൻസ് പോയിന്റ് ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് ആണ്. അതേപോലെ തന്നെ സപ്പോർട്ട്സ് ഫിക്സഡ് ആണെങ്കിൽ നെഗറ്റീവ് ഈൽഡ് ലൈൻസ് ഫോം ചെയ്യും. അതായത് ഇപ്പൊ ഈ സ്ലാബിന്റെ സപ്പോർട്ട് ഫിക്സഡ് ആണെങ്കിൽ ഇതുവഴി നെഗറ്റീവ് ഈൽഡ് ലൈൻ ഫോം ചെയ്യും. ഇതൊക്കെയാണ് കുറച്ച് ഫീച്ചേഴ്സ് ഈൽഡ് ലൈനിന്റെ. ഇനി നമ്മൾ മൂവ് ചെയ്താൽ ഈൽഡ് ലൈൻ അനാലിസിസ് വെച്ച് നമുക്കൊരു സ്ലാബിന്റെ അൾട്ടിമേറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഈ ഈൽഡ് ലൈനിൽ കൂടെ ഉള്ള മൊമെന്റ്സിനെ ഈൽഡ് ലൈൻ മൊമെന്റ്സ് എന്നാണ് വിളിക്കുക. അതിനെ നമ്മൾ സ്മോൾ എം ആയിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് മൊമെന്റിന്റെ ഇക്വേഷൻ IS 456-ൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ വെച്ച് തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻ എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ. ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയും ഞാൻ പറഞ്ഞു, റീഇൻഫോഴ്സ്മെന്റുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈൽഡ് ലൈൻസ് പോവുക. ഇങ്ങനൊരു റീഇൻഫോഴ്സ്മെന്റുകൾ ഇങ്ങനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്താൽ ഈൽഡ് ലൈൻ ഇങ്ങനെ ആയിരിക്കും പോവുക. ആ ഈൽഡ് ലൈൻ AB ആണെങ്കിൽ ഇതിന്റെ മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്മോൾ m ആയിട്ട് എടുത്താൽ അൾട്ടിമേറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് m ഇൻറ്റു ഈ ലെങ്ത് AB ആണ്. ഇനി ഈ റീഇൻഫോഴ്സ്മെന്റ് ഇൻക്ലൈൻഡ് ആണ്, സോറി റീഇൻഫോഴ്സ്മെന്റ് അല്ല, ഈൽഡ് ലൈൻ ഇൻക്ലൈൻഡ് ആണ് അറ്റ് ആൻ ആംഗിൾ ആൽഫ. അപ്പൊ അതിന്റെ ഈൽഡ് മൊമെന്റ് നമ്മൾ m ആൽഫ എന്ന് ഇടുവാണെങ്കിൽ അവിടുത്തെ മൊമെന്റ് കണ്ടുപിടിക്കുന്നത് m ആൽഫ എന്ന് പറയുന്നത് ഇതിന്റെ എക്സ് കമ്പോണ്ടന്റ് വരുന്നത് m കോസ് ആൽഫ ആണല്ലോ, അതേ ഇൻറ്റു ഈ ലെങ്ത് എക്സിൽ വരുന്ന അതിന്റെ പ്രൊജക്റ്റഡ് ലെങ്ത് CD. അപ്പം ഇനി ഇവിടുത്തെ ഈ ഈൽഡ് മൊമെന്റിലെ ടോട്ടൽ മൊമെന്റ്, ഇതിലെ മൊമെന്റ് എന്ന് പറയുന്നത് m ആൽഫ ഇൻറ്റു AB. സോ m ആൽഫ AB is equal to m cos ആൽഫ CD. ഈ ഈൽഡ് ലൈനിലെ മൊമെന്റ് എന്ന് പറയുന്നത് അതിന്റെ മൊമെന്റ് ഇൻറ്റു ലെങ്ത് ആണ്. സോ m ആൽഫ ഇൻറ്റു ലെങ്ത് AB. ഇവിടുത്തെ CD-യിലെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ലെങ്ത് ഇൻറ്റു ഈ AB-യിൽ ഉണ്ടായതിന്റെ എക്സ് കമ്പോണ്ടന്റ്, അതാണ് m കോസ് ആൽഫ ഇൻറ്റു CD. അപ്പൊ അതിൽ നിന്ന് m ആൽഫ എന്ന് പറയുന്നത് m കോസ് ആൽഫ CD ബൈ AB. CD ബൈ AB എടുത്താൽ CD അഡ്ജസന്റ് ആണ്, AB ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്യുന്നത് കോസ് വെച്ചാണ്. അപ്പൊ ഇത് കോസ് ആൽഫയ്ക്ക് ഇക്വലന്റ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് m കോസ് സ്ക്വയർ ആൽഫ എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഇതിപ്പം ഒരു സൈഡിൽ ഒരു എക്സ് ആക്സിസിലോട്ടുള്ളത് മാത്രമാണ് പറഞ്ഞത് നമ്മൾ. ഇനി നമ്മൾ y ആക്സിസിലെയും കൂടെ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു സ്ക്വയർ സ്ലാബ് കൺസിഡർ ചെയ്യുമ്പം അതിൽ ഇങ്ങനൊരു ഇൻക്ലൈൻഡ് ഈൽഡ് ലൈൻ പോയി AB, അതിൻ്റെ ആംഗിള് ആൽഫ എന്നാണ്. അപ്പം അതിൻ്റെ റീഇൻഫോഴ്സ്മെന്റ് ഇട്ടേക്കുന്നത് y ആക്സിസിൽ ഇങ്ങനെ എക്സ് ആക്സിസിൽ ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് ഇട്ടിട്ടുണ്ട്. സ്ക്വയർ ആയതുകൊണ്ട് രണ്ട് ലെങ്ത്തും സെയിം ആയതുകൊണ്ട് റീഇൻഫോഴ്സ്മെന്റുകൾ രണ്ട് ഡയറക്ഷനിലും സെയിം ആണ്. സോ ഐസോട്രോപിക്കലി റീഇൻഫോഴ്സ്ഡ് ആയിരിക്കും. സെയിം
ഇതായതുകൊണ്ട് റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ആയതുകൊണ്ട് ഇവിടുത്തെ മൊമെന്റ് എം ആണെങ്കിൽ y ആക്സിസിലുള്ള റീഇൻഫോഴ്സ്മെന്റ് കപ്പാസിറ്റി എം ആണെങ്കിൽ എക്സ് ആക്സിസിലുള്ളതും എം തന്നെയാണ്. അപ്പൊ ടോട്ടൽ മൊമെന്റ് എം ആൽഫ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എം കോസ് സ്ക്വയർ ആൽഫയാണ്. എം കോസ് സ്ക്വയർ ആൽഫ പ്ലസ് y ആക്സിസിലെ കിട്ടാൻ വേണ്ടി സെയിം ഇക്വേഷൻ എം കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് y ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വിച്ച് ഇസ് 90 മൈനസ് ആൽഫ. 90 മൈനസ് ആൽഫ ചെയ്യുമ്പം എം കോസ് സ്ക്വയർ ആൽഫ പ്ലസ് എം സൈൻ സ്ക്വയർ ആൽഫ. സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും ചെയ്യുമ്പോൾ നമുക്ക് എം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നു. ഇനിയും ഇത് ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ, അതായത് വൈയിലുള്ള മൊമെന്റ് എമ്മും എക്സിൽ വേറൊന്നും ആണെങ്കിൽ അത് വരുന്നത് റെക്ടാങ്കുലർ സ്ലാബ്സിലാണ്. നമ്മൾ എക്സിൽ ഇടുന്ന റീഇൻഫോഴ്സ്മെന്റും വൈയിലുള്ള റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ ഓർത്തോട്രോപിക്കലി റീഇൻഫോഴ്സ്ഡ് എന്നാണ് വിളിക്കുക. അപ്പൊ ഓർത്തോട്രോപിക്കലി റീഇൻഫോഴ്സ്ഡിന്റെ കേസിൽ എടുത്താൽ വൈയില് എം ആണെങ്കിൽ എക്സില് മ്യൂ എം ആയിരിക്കും. ജസ്റ്റ് ആ റേഷ്യോയുടെ വ്യത്യാസം അത് മാത്രമാണ് മ്യൂ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ നമ്മൾ അവിടെ ഇതുപോലെ എ ബി എന്ന് പറഞ്ഞൊരു ഈൽഡ് ലൈൻ എടുത്താൽ എം ആൽഫ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എം കോസ് സ്ക്വയർ ആൽഫ പ്ലസ് എം കോസ് സ്ക്വയർ 90 മൈനസ് ആൽഫ. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ എമ്മിന് പകരം എക്സ് ആക്സിസിൽ എം ആണ്, ഓക്കെ, y ആക്സിസിൽ മ്യൂ എം ആണ്. സോ ഇവിടെ മ്യൂ എം എന്ന് ഇടുക. അപ്പം എം കോസ് സ്ക്വയർ ആൽഫ പ്ലസ് മ്യൂ എം സൈൻ സ്ക്വയർ ആൽഫ. ഇതായിരിക്കും ടോട്ടൽ മൊമെന്റ് കപ്പാസിറ്റി. ഇങ്ങനെ നമുക്ക് സ്ലാബുകളുടെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അൾട്ടിമേറ്റ് ലോഡ് കപ്പാസിറ്റി ഓഫ് സ്ലാബ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് വിർച്വൽ വർക്ക് മെത്തേഡും രണ്ടാമത്തേത് ഇക്വിലിബ്രിയം മെത്തേഡും. അതില് ഇക്വിലിബ്രിയം മെത്തേഡ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അതായത് ഒരു സ്ലാബ് അതിൽ ക്രാക്കിംഗ് ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ റെക്ടാങ്കുലർ സ്ലാബ് കാണിച്ചപ്പോൾ പറഞ്ഞു സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എ ബി സി ഡി എന്നും പറഞ്ഞ് ഇങ്ങനെ സെഗ്മെന്റ്സ് ഫോം ചെയ്യുന്നു. ആ ഓരോ സെഗ്മെന്റിന്റെയും ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നതിനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ചെയ്യുന്നത്. വിർച്വൽ വർക്ക് മെത്തേഡിൽ ചെയ്യുന്നത് ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടായാൽ അവിടെ ഉണ്ടാവുന്ന ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വർക്ക് ഡണ്ണോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് ആണ്. ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് വിർച്വൽ വർക്ക് മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ്സിലും നമുക്ക് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂസ് എപ്പോഴും അപ്പർ ബൗണ്ട് വാല്യൂസ്, അതായത് കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പം അപ്പർ ബൗണ്ട് വാല്യൂസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഈൽഡ് ലൈൻ പോസിബിലിറ്റീസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിലെ ലോവസ്റ്റ് വാല്യൂ, ഇപ്പം 4 ഈൽഡ് ലൈൻ ഉണ്ടെങ്കിൽ 4 ഈൽഡ് ലൈനിലും ഈ അനാലിസിസ് നടത്തി അതിലെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വേണം നമ്മൾ കൊളാപ്സ് ലോഡായിട്ട് എടുക്കാൻ. ഈവൻ ദോ ഈ രണ്ട് മെതിലും അപ്പർ ബൗണ്ട് വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിലും നമ്മൾ എക്സ്പെരിമെന്റലി ചെയ്യുമ്പം, അതായത് ഇൻ പ്രാക്ടിക്കൽ നമ്മൾ ലോഡ് ചെയ്യുമ്പം ആ സ്ലാബിൽ കിട്ടാൻ പോകുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതലായിരിക്കും. അതിന് കാരണം മെമ്പറൈൻ ആക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈൽഡ് ലൈൻ അനാലിസിസിൽ അപ്പർ ബൗണ്ട് സൊല്യൂഷൻസ് ആണ് കിട്ടുന്നതെങ്കിൽ പോലും നമുക്ക് ഇതിനെ റീസണബിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എക്സ്പെരിമെന്റിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി വരുമ്പം ഇതിനേക്കാൾ കൂടുതൽ ലോഡ് സ്ലാബ് എടുക്കും. അതുകൊണ്ട് അപ്പർ ബൗണ്ട് വാല്യൂസ് ആണെന്നും പറഞ്ഞ് ഈ മെത്തേഡ്സ് ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല. അപ്പം ഫസ്റ്റ് നമ്മൾ വിർച്വൽ വർക്ക് മെത്തേഡ് വഴി എങ്ങനെ സ്ലാബുകളിൽ ഈൽഡ് ലൈൻ മൊമെന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഈൽഡ് ലൈൻസ് എപ്പോഴും വ്യത്യാസം വരും. ഷേപ്പിനെയും ലോഡിങ്ങിനെയും സപ്പോർട്ടിനെയും വെച്ചും വ്യത്യാസം വരും. നമ്മൾ ആദ്യത്തേത് സ്ക്വയർ സ്ലാബ്, സിംപ്ലി സപ്പോർട്ടഡ് UDL ലോഡ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സ്ലാബിൽ ഉണ്ടാവാൻ പോകുന്ന ഈൽഡ് ലൈൻ അത് ഈ ഷേപ്പിലായിരിക്കും.
ഇത് എ ബി സി ഡി ആണെങ്കിൽ അതിലുണ്ടാകുന്ന ഈൽഡ് ലൈന് എ സിയും ബി ഡിയും ആയിരിക്കും ഉണ്ടാവുക. സെഗ്മെന്റ്സ് എ ബി സി ഡി സെഗ്മെന്റ്സ് ഉണ്ടാവും. ഇനി ഇതിന്റെ ഒരു ഡിസ്പ്ലേസ്ഡ് ഡയഗ്രാം വരച്ചാൽ സെന്ററിൽ ആയിട്ട് ഇതൊരു ഡിസ്പ്ലേസ്ഡ് ഡയഗ്രാം വന്നാൽ ഈ സെന്ററിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും യൂണിറ്റി എടുത്ത്, അതായത് 1 ആണെന്ന് എടുത്താണ് നമ്മൾ വിർച്വൽ മാർക്കിൽ ചെയ്യുക. അപ്പം ഇതിന്റെ ലെങ്ത്, സ്ക്വയറിന്റെ ലെങ്ത് L ആണെങ്കിൽ ഡയഗണൽ വരുന്നത് √2L ആണ്. അപ്പം ഹാഫ് ലെങ്ത് വരുന്ന L/√2 ആണ് ഇത്രയും വരിക. ഇതും L/√2. ഓക്കെ. ഇനി ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് θx. അഗെയിൻ ഇവിടെയും θx. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നിടത്ത് 2 θx കാണാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേസ്ഡ് ഡയഗ്രാം. അപ്പം ഈ മെത്തേഡ് വെച്ച് നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റേണൽ വർക്ക് ഡൺ. അതിൽ എക്സ്റ്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോഡ് ഇൻറ്റു ഈ ഓരോ സെഗ്മെന്റുകളുടെയും ഏരിയ ഓഫ് സെഗ്മെന്റ് ചെയ്യുമ്പം നമുക്ക് വർക്ക് കിട്ടും. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ വർക്ക് ഡൺ കിട്ടും. ഇന്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് സിഗ്മ ഓഫ് എം തീറ്റ, അതായത് മൊമെന്റ് ഇൻറ്റു ഈ പറയുന്ന ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എം ഇൻറ്റു തീറ്റ. അപ്പൊ അതിൽ ആ എം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ സ്മോൾ എം ഇൻറ്റു ഈൽഡ് ലൈനിന്റെ ലെങ്ത് ആണ്. ഇതിനെ നമുക്ക് സിഗ്മ എം എൽ തീറ്റ എന്ന് ഇടാൻ പറ്റും. ഇതാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ഈ എക്സ്റ്റേണലും ഇന്റേണൽ വർക്ക് ഡണ്ണും കൂടെ ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് എം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് പ്രൊസീജിയർ. ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ വർക്ക് ഡൺ is equal to നേരത്തെ പറഞ്ഞ പോലെ തന്നെ W ഇൻറ്റു ഏരിയ ഓഫ് സെഗ്മെന്റ്. ഈ സെഗ്മെന്റ് എടുത്താൽ ഇതിപ്പോ എ സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു ലെങ്ത് L ഇൻറ്റു ഈ ഒരു ലെങ്ത് ഓൾട്ടിറ്റ്യൂഡ് L/2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടാണോ അതാണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കുക. ഇതിപ്പോ ഡെൽറ്റ ആയതുകൊണ്ട് 1/3 നമുക്ക് അതിന്റെ എടുക്കാം. ഡെൽറ്റ ബൈ, അതായത് ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് നിൽക്കുന്നത് ടോട്ടൽ H ആണെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്ന H/3 ഇവിടുന്ന്. അപ്പം ആ രീതിയിൽ ഇവിടുന്ന് വരുന്നത് ഡെൽറ്റ/3. ഡെൽറ്റ യൂണിറ്റി ആയതുകൊണ്ട് 1/3. പിന്നെ ഇതുപോലത്തെ 1 2 3 4 4 സെഗ്മെന്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ WL²/3 എന്നാണ് കിട്ടുക. പിന്നുള്ളത് ഇന്റേണൽ വർക്ക് ഡൺ. ഇന്റേണൽ വർക്ക് ഡൺ ചെയ്യാനായിട്ട് സിഗ്മ എം എൽ തീറ്റയാണ്. അപ്പം ഓരോ ഈൽഡ് ലൈനും നമ്മൾ എടുക്കണം. അപ്പം ഈൽഡ് ലൈൻ എ ബി എടുക്കുവാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന മൊമെന്റ് എം ആണ്. അറിയത്തില്ല, സോ അത് നമ്മൾ എം ആയിട്ട് ഇടുന്നു. എം ഇൻറ്റു ആ ഈൽഡ് ലൈനിന്റെ ലെങ്ത്. അപ്പം ഈ എ ബി അല്ല, സോറി, ബി ഡി ഈൽഡ് ലൈൻ. ഈ ബി ഡി ഈൽഡ് ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയഗണൽ ലെങ്ത് ആണ്. √2L ഇൻറ്റു അവിടെ ഉണ്ടായേക്കുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 2 θx 2 θx. അതിൽ θx-നെ നമുക്ക് tan θx എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ഇതാണ് ഡെൽറ്റയാണ്, വിച്ച് ഇസ് 1 ബൈ അഡ്ജസൻറ്റ് L/√2. സോ തീറ്റാനെ നമുക്ക് √2/L. ഇതിനെ നമുക്ക് ഇവിടെ θx √2/L എന്നിടാം. അതപ്പോൾ അവിടെ ഇടും. സോ m ഇൻറ്റു √2L ഇൻറ്റു 2 ഇൻറ്റു √2/L. ഇത് എ ബി എന്നുള്ള ഈൽഡ് ലൈൻ. ഇതേപോലെ തന്നെ സി എ സി ഇതുണ്ട്
അല്ല സോറി ബി ഡി എന്നുള്ള ഈൽഡ് ലൈനിൻ്റെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ എ സി എന്ന് പറയുന്ന ഈൽഡ് ലൈൻ ഉണ്ട്. അപ്പം രണ്ടെണ്ണം വരും. സോ ടൈംസ് 2 ടോട്ടൽ ചെയ്യുമ്പം ഫൈനൽ വരുന്ന ഇക്വേഷൻ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് അവസാനം വരുന്നത് 8m എന്ന് വരും. ഇതാണ് ഇന്റേണൽ വർക്ക് ഡൺ. എക്സ്റ്റേണൽ വർക്ക് ഡൺ WL²/3 ആണ്. സോ ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പം 8m = WL²/3 ചെയ്താൽ m = WL²/24. ഇതാണ് അൾട്ടിമേറ്റ് മൊമെന്റ് കപ്പാസിറ്റി കിട്ടുക. ഇനി ഇതിപ്പം സ്ക്വയർ സ്ലാബ് വിത്ത് ഓർത്തോട്രോപ്പിക്കലി റീഇൻഫോഴ്സ്ഡ് ആണ്. സപ്പോർട്ട് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഇനി ആ സപ്പോർട്ട് ഫിക്സഡ് ആണെങ്കിൽ ഈ സെയിം ഇത് തന്നെ ഞാൻ ആ സെയിം ഇതിൽ തന്നെ കാണിക്കുകയാണ്. ഇതിൽ നമുക്ക് എക്സ്ട്രാ വരുന്നത് സപ്പോർട്ട് ഫിക്സഡ് ആണെങ്കിൽ നെഗറ്റീവ് ഈൽഡ് ലൈനുകൾ വരും സപ്പോർട്ടിൽ കൂടെ. അപ്പൊ ഇതുവരെ നെഗറ്റീവ് ഈൽഡ് ലൈൻസ് വരുന്നതായിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ വരുമ്പം സെയിം പ്രൊസീജിയർ തന്നെയാണ്. എക്സ്റ്റേണൽ വർക്ക് ഡൺ = ഇന്റേണൽ വർക്ക് ഡൺ. ഇങ്ങനെ ഒരു ഈൽഡ് ലൈൻ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ വരുന്ന സെഗ്മെന്റ്സ് ABCD തന്നെയാണ്. എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിൽ വ്യത്യാസമൊന്നുമില്ല. ഇന്റേണൽ വർക്ക് ഡണ്ണിൽ നമുക്ക് ഈൽഡ് ലൈനിന്റെ എണ്ണം കൂടി. ഇപ്പൊ ഈൽഡ് ലൈൻ AC-ക്കും BD-ക്കും ഉള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അത് അതുപോലെ തന്നെ. പക്ഷെ ഇനി എക്സ്ട്രാ വന്നേക്കുന്ന ഈൽഡ് ലൈൻസ് AB, BC, CD, AD ആ നാലെണ്ണത്തിനുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ ഒരു ഡിസ്പ്ലേസ്ഡ് ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ ഡയഗ്രാം വരാൻ പോകുന്നത് ഇവിടെ ഈ സെന്ററിൽ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പിൽ ഇത് സെന്റർ E ആണെങ്കിൽ ഇവിടെയും ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ വരും. ഈ ലെങ്ത് L/2 ആണ്. ഓക്കെ, അത് വെച്ച് നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഇന്റേണൽ വർക്ക് ഡണ്ണിനുള്ള കാൽക്കുലേഷൻ എക്സ്ട്രാ ഈ സെയിം തന്നെ ഈ രണ്ട് ഈൽഡ് ലൈനുകളുടെ കൂടെ പ്ലസ് ഇതിൻ്റെയും കൂടെ വരും. അപ്പൊ അതിന് m ഇൻറ്റു ലെങ്ത് ഓഫ് ഈൽഡ് ലൈൻ വരുന്നത് ടോട്ടൽ ലെങ്ത് L വരുമല്ലോ. L ഇൻറ്റു തീറ്റ വരാൻ പോകുന്നത് നേരത്തെ എടുത്തതുപോലെ തന്നെ നമ്മൾ എടുക്കണം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എടുക്കണം. അങ്ങനെ എടുക്കുമ്പം ഡെൽറ്റ ബൈ ഇവിടുത്തെ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പം തീറ്റ = ഓപ്പോസിറ്റ് ഡെൽറ്റ ബൈ അഡ്ജസന്റ് L/2 വരും. അപ്പം ഇത് തീറ്റ അല്ല ഡെൽറ്റ 1 ആണ്. അപ്പൊ തീറ്റ 2/L എന്ന് വരും. സോ അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും. അവിടെ ഇതുപോലെ തന്നെ 2/L. ഇനി അങ്ങനത്തെ എത്ര ഈൽഡ് ലൈനുകളുണ്ട്? 4 എണ്ണം ഉണ്ട്. സോ ഇൻറ്റു 4. അപ്പം ഇപ്പൊ ഇതിന്റെ കൂടെ 8m എന്നും കൂടെ വരും. അപ്പം ടോട്ടലായിട്ട് വരുന്നത് 8m + 8m 16m വരും. അപ്പം നമ്മൾ അത് ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പം 16m = WL²/3 ചെയ്യുമ്പം m = WL²/48. അപ്പം സപ്പോർട്ട് ഫിക്സഡ് ആണെങ്കിൽ WL²/8 ആണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ, അതായത് റെക്ടാങ്കുലർ ഈൽഡ് ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് റെക്ടാങ്കുലർ സ്ലാബ് വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ആ കേസിൽ നമ്മൾ ഈൽഡ് ലൈൻസ് നേരത്തെ കാണിച്ചിരുന്നു. ഇങ്ങനെ കോർണേഴ്സിന്ന് വന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നെയും കോർണേഴ്സിലേക്ക്, ഇങ്ങനെയാണ് ഈൽഡ് ലൈൻസ് വരിക. സ്ലാബിന്റെ ലെങ്ത് L-ഉം വിഡ്ത്ത് ആൽഫ L-ഉം ആയിട്ട് എടുക്കുക. സെഗ്മെന്റ്സ് A, B, C, D. ഈൽഡ് ലൈൻസ് വരുന്നത് A, B,
ഈൽഡ് ലൈൻസ് വരുന്നത് എ ഇ ഡി ഇ ഇ സി സി ബി സി സി സോറി ഇത് എഫ് ആയിട്ട് എടുക്കുക, എഫ് സി. അങ്ങനെ ഇത്രയും ഈൽഡ് ലൈൻസ് ആണ് വരുന്നത്. ഇനി അതിന്റെ ഡിസ്പ്ലേസ്ഡ് ഡയഗ്രാം വരച്ചാൽ ഇതിന് പാരലൽ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ വിച്ച് ഇസ് 1 ആയിട്ട് തന്നെ എപ്പോഴും എടുക്കുക കേട്ടോ. നമ്മൾ വരച്ചാൽ ഇത് ഈ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല, ലെറ്റ് ഇറ്റ് ബി ബീറ്റ എൽ. അറിയത്തില്ലെന്ന് പറയാൻ കാര്യം സ്ലാബിന്റെ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈൽഡ് ലൈൻ എന്തോരം ഇതിന് ലെങ്ത് ഉണ്ട്, ഇത് എന്തോരം ഇങ്ങോട്ട് കയറി നിൽക്കും, ഇതിപ്പോ തിരിച്ചിങ്ങനെയും വരാമല്ലോ, ലെങ്ത് വ്യത്യാസം വരാം. അതുകൊണ്ട് നമ്മൾ ബീറ്റ എൽ അൺനോൺ ആണ്, ബീറ്റ എല്ലിനെ അത് അതുപോലെ തന്നെ എഴുതുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഡിസ്പ്ലേസ്ഡ് ഡയഗ്രാം ആണ് ഈ കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെ തിരിച്ച് ഇവിടെ ഈ ഒരു ആക്സിസിൽ ഉണ്ടാവാൻ പോകുന്ന ഡിസ്പ്ലേസ്ഡ് ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ റബ്ബ് ചെയ്തോട്ടെ. ഇവിടെ ഡയഗ്രാം വരച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഡെൽറ്റ അഗെയിൻ 1 ആയിരിക്കും. ഈ ലെങ്ത് ആൽഫ L/2 ആണ്. ഈ ആംഗിള് തീറ്റ എക്സ്, ഇവിടെ വരുന്ന ആംഗിള് തീറ്റ വൈ. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നേരത്തെ പോലെ തന്നെ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റേണൽ വർക്ക് ഡൺ. അതിൽ ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ ഈൽഡ് ലൈനും അതിന്റെ ലെങ്ത് കൊണ്ട്, അതായത് എം എൽ തീറ്റ, സിഗ്മ എം എൽ തീറ്റ അങ്ങനെ എടുക്കുമ്പം നമ്മൾ ഓരോ ഈൽഡ് ലൈനിന്റെ കേസിലും കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എലമെന്റ്, ആദ്യത്തെ എലമെന്റ് നമ്മൾ എ എടുക്കുകയാണ്. എലമെന്റ് എയുടെ കേസിൽ തീറ്റ എക്സ് വരുന്നത് ടാൻ തീറ്റ എടുത്താൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1 ഡെൽറ്റ ആണ്. ഡിസ്പ്ലേസ്മെന്റ് 1 ആണ്. ആൽഫ L/2 വിച്ച് ഇസ് 2 ആൽഫ എൽ എന്ന് വരും. തീറ്റ വൈ അവിടെ ഇല്ല. വൈയിൽ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് എലമെന്റ് ഡിക്കും ബിക്കും ആണ്, എക്കും സിക്കും ആണ് എക്സിൽ വരിക. വൈ തീറ്റ വൈ 0. അതേപോലെ എം എക്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു എൽ, ഫുൾ ലെങ്ത് എൽ. സോ എം ഇൻറ്റു എൽ, എം വൈ ഒബ്വിയസ്ലി നോക്കണ്ട, കാരണം തീറ്റ വൈ 0 ആയതുകൊണ്ട് എം 0 ആയിപ്പോകും, തീറ്റ വൈ എം വൈ വേണ്ട. അങ്ങനെ വരുമ്പം ടോട്ടലി നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ എം എക്സ് തീറ്റ എക്സ് പ്ലസ് എം വൈ തീറ്റ വൈ, കാരണം റെക്ടാങ്കുലർ ആയതുകൊണ്ട് എക്സിലും വൈയിലും മൊമെന്റ് വരുന്നതുകൊണ്ടാണ്. ഫോർ എലമെന്റ് എ ചെയ്യുമ്പം എം എൽ 2 ആൽഫ എൽ പ്ലസ് 0 വിച്ച് ഇസ് 2m ആൽഫ. അതേപോലെ നമ്മൾ എലമെന്റ് ബിക്ക് എടുത്താൽ തീറ്റ എക്സ് 0, തീറ്റ വൈ വരുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ജസ്റ്റ് ഡെൽറ്റ 1 അഡ്ജസൻറ്റ് ബീറ്റ എൽ. സോ അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ മൊമെന്റ് ഇതുപോലെ തന്നെ എം എക്സ് തീറ്റ എക്സ് പ്ലസ് എം വൈ തീറ്റ വൈ ബിക്ക് കണ്ടുപിടിച്ചാൽ എം എക്സ് എടുക്കണ്ട, കാരണം തീറ്റ എക്സ് 0 ആണ്. ഇവിടുത്തെ എം വൈ വേണം. എം വൈ എന്ന് പറയുന്നത് അവിടുത്തെ മൊമെന്റ് മ്യൂ എം റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്ത്, ലെങ്ത് ആൽഫ എൽ. അപ്പം നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയാൽ കാണാം ഇവിടെ വിഡ്ത്ത് ആൽഫ എൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് ആക്സിസിലെ സ്റ്റീലിന്റെ മൊമെന്റ് എം ആണെങ്കിൽ വൈ ആക്സിസിൽ വരിക മ്യൂ എം ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ മ്യൂ എം എടുത്തേക്കുന്നത്. സോ മ്യൂ എം ഇൻറ്റു ആൽഫ എൽ. അത് എം എക്സും തീറ്റ എക്സും ഇല്ല, പോയി. പിന്നെ ഉള്ളത് എം വൈ തീറ്റ വൈ. സോ മ്യൂ എം ആൽഫ എൽ ഇൻറ്റു ബൈ ബീറ്റ എൽ. അപ്പം വരുന്നത് എം ആൽഫ മ്യൂ ബൈ ബീറ്റ. ഇങ്ങനെയാണ് വരിക. അപ്പൊ ടോട്ടൽ മൊമെന്റ് നമ്മൾ എടുക്കുമ്പം ടോട്ടൽ വർക്ക് ഡൺ എടുത്താൽ ഇത് രണ്ടും കൂടെ 2m ആൽഫ പ്ലസ് എം ആൽഫ മ്യൂ ബൈ ബീറ്റ. പക്ഷെ അത് 2 തവണ 2 ടൈംസ് എടുക്കണം. കാരണം എന്നാ ഇവിടെ നമ്മളിപ്പോൾ എലമെന്റ് എയും
ബിയും കണ്ടുപിടിച്ചത്. എ പോലെ തന്നെ സിയും ബി പോലെ തന്നെ ഡിയും ഉണ്ട്. അപ്പം എ 2 എണ്ണവും ബി 2 എണ്ണവും എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ 2 ടൈംസ് എടുത്ത് വരുമ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 2 ടൈംസ് ഇത് നമ്മളിത് ഒന്നുകൂടെ സോർട്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ 4m/α plus 2m alpha mu by beta. ഇതേപോലെ നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിനും നേരത്തെ പോലെ തന്നെ W ഇൻറ്റു ഏരിയ ഓഫ് സെഗ്മെന്റ് ഇൻറ്റു സെൻട്രോയിഡൽ ഗ്രാവിറ്റി, ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ്, സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ്. അപ്പോൾ W ഇൻറ്റു നമുക്ക് റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് 2 ട്രയാങ്കിൾ പീസും 2 ട്രപ്പീസോയിഡൽ പീസുമാണ് ഉള്ളത്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇൻറ്റു ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു എൽ അല്ല ഈ ലെങ്ത് ആൽഫ എൽ. സോ ആൽഫ എൽ ഇൻറ്റു ഈ ലെങ്ത്, അത് നമ്മൾ പറഞ്ഞത് ബീറ്റ എൽ എന്ന്. സോ ഇൻറ്റു ബീറ്റ എൽ ചെയ്യുമ്പോൾ ഏരിയ കിട്ടും. സെൻട്രോയിഡൽ ഗ്രാവിറ്റി ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് ഡെൽറ്റയുടെ 1/3, അതായത് 1/3, ഡെൽറ്റ 1 ആണല്ലോ, അപ്പം 1/3 പ്ലസ് ട്രപ്പീസോയിഡൽ. അപ്പം ഇത് ട്രയാങ്കിൾ പീസ് 2 എണ്ണം ഉണ്ട്, സോ 2 ടൈംസ്, പ്ലസ് ട്രപ്പീസോയിഡിന് 2 എണ്ണം ഉണ്ട്, 2 ടൈംസ്. ട്രപ്പീസോയിഡിന്റെ ഏരിയ നമ്മൾ എടുക്കുന്ന എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത് പ്ലസ് ഈ ഒരു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഡിഫറൻസ് ഇത് ബൈ 2 പറയുമ്പോൾ ഏരിയ എടുക്കുമ്പം ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇത് ഇത്രയും ബീറ്റ എൽ ആണ്. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് എൽ മൈനസ് 2 ടൈംസ് ബീറ്റ എൽ ആയിരിക്കും. കാരണം ഇവിടെയും ബീറ്റ എൽ ഉണ്ട്, ഇവിടെയും ബീറ്റ എൽ ഉണ്ട്. അപ്പം നമുക്ക് മൊത്തം വരുന്നത് എൽ മൈനസ് 2 ബീറ്റ എൽ പ്ലസ് ഈ ലെങ്ത് എൽ ബൈ 2 ഇൻറ്റു ഈ ഹൈറ്റ് ആൽഫ എൽ ബൈ 2, ഇത് ഇൻറ്റു ഇതിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അങ്ങനെ 2 ടൈംസ്. ഈ ഇക്വേഷൻ എല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പം നമുക്ക് എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിന്റെ ഫൈനൽ ഇക്വേഷൻ വരുന്നത് WL സ്ക്വയർ 2 ബീറ്റ ആൽഫ ബൈ 3 പ്ലസ് ആൽഫ 1 മൈനസ് 2 ബീറ്റ ബൈ 2. ഇനി ഇതിനെ നമ്മൾ ഇന്റേണൽ വർക്ക് ഡണ്ണുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അത് നമുക്ക് ഇന്റേണൽ വർക്ക് ഡൺ കിട്ടിയിരുന്നത് 2 ഇൻറ്റു 2m ബൈ ആൽഫ പ്ലസ് m ആൽഫ മ്യൂ ബൈ ബീറ്റ. ഇത് ഇത്ര ഇക്വേറ്റ് ചെയ്യുമ്പം m is equal to 1/12 ആൽഫ സ്ക്വയർ എൽ സ്ക്വയർ 3 ബീറ്റ മൈനസ് 2 ബീറ്റ സ്ക്വയർ ബൈ 2 ബീറ്റ പ്ലസ് മ്യൂ ആൽഫ സ്ക്വയർ എന്നാണ് വരിക. ഇനി നമുക്ക് ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. എം മാക്സിമം വരുന്നത് കണ്ടീഷൻ ഡെൽറ്റ ഡെറിവേറ്റീവ് ഓഫ് ഡി എം ബൈ ഡി ബീറ്റ 0 വരുമ്പോഴാണ്. ഇതിന്റെ ഡി ബൈ ഡി ബീറ്റ ഓഫ് ഈക്വേഷൻ ചെയ്യണം, അതിനെ 0 ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3 ബീറ്റ മൈനസ് 2 ബീറ്റ സ്ക്വയർ ബൈ 2 ബീറ്റ പ്ലസ് മ്യൂ ആൽഫ സ്ക്വയറിന്റെ ഡി എം ബൈ ഡി ബീറ്റ എടുക്കുമ്പം 3 മൈനസ് 4 ബീറ്റ ബൈ 2 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇക്വേഷൻ 4 ബീറ്റ സ്ക്വയർ പ്ലസ് 4 മ്യൂ ആൽഫ സ്ക്വയർ ബി മൈനസ് 3 മ്യൂ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതിന്റെ റൂട്ട് എടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് ബീറ്റ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് 3 മ്യൂ ആൽഫ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ ആൽഫ റേസ്ഡ് 4 അതിന്റെ റൂട്ട് മൈനസ് മ്യൂ ആൽഫ സ്ക്വയർ, ഇങ്ങനെയാണ് ബീറ്റ വരിക. അത് എമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനലി എമ്മിന്റെ ഇക്വേഷൻ വരുന്നത് W ആൽഫ സ്ക്വയർ എൽ സ്ക്വയർ ബൈ 24 റൂട്ട് 3 പ്ലസ് മ്യൂ ആൽഫ സ്ക്വയർ മൈനസ് എ റൂട്ട് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇതാണ് റെക്ടാങ്കുലർ സെക്ഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ സ്ലാബ്സിന് വരുന്ന എമ്മിന്റെ ഇക്വേഷൻ. ഒരു ഇച്ചിരി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ
സർക്കുലാറിൻ്റെയും കൂടെ ഒന്ന് നോക്കുവാണെങ്കിൽ, സർക്കുലാർ സ്ലാബ്സിൻ്റെ എടുക്കുവാണെങ്കിൽ അഗെയിൻ ഐസോട്രോപിക് ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ആണ്, UDL ആണ്. അപ്പം അതിൻ്റെ ഡയഗ്രാം നമ്മൾ വരച്ചാൽ ഈൽഡ് ലൈൻസ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ ഡയഗ്രാം വരച്ചാൽ, സോറി ഇതൊന്ന് റബ്ബ് ചെയ്തോട്ടെ, സർക്കുലർ കോളത്തിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരച്ചാൽ സെൻറ്ററിലോട്ട് ഡയഗ്രാം വന്ന് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 1 CD ആണെങ്കിൽ ഇതും CD, ഇവിടുത്തെ ആംഗിൾ ഫൈ, ഇതും ഫൈ. ഇതിൻ്റെ നമ്മളൊരു എന്താ പറയുന്ന ഒരു പോയിന്റ് A എടുക്കുന്നു, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് RA ഫ്രം സെൻറ്റർ. B എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്നാണെങ്കിൽ ഇതിൻ്റെ ഒരു 3D വ്യൂ നമ്മൾ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നതിൻ്റെ 3D വ്യൂ വരച്ചാൽ ഇവിടാണ് A എന്ന് പറയുന്ന പോയിന്റ്, ഇവിടുന്ന് മാറി A എന്നൊരു പോയിന്റ് വന്നാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഓയിൽ വന്നെത്തിച്ചാൽ ഈ ആംഗിൾ ഫൈ തന്നെയായിരിക്കും ഇവിടെയും വരുന്ന ആംഗിൾ ഫൈ. ഓക്കെ, ഇത് ഈ ലെങ്ത് B. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഡയഗ്രത്തിന്റെ ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സിഗ്മ ML തീറ്റയാണ്. അതിൽ M ഇൻറ്റു ലെങ്ത് R റേഡിയസ് ആണ് സിഗ്മ തീറ്റ. ഞാൻ സിഗ്മ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ചേഞ്ചിൻ, അതായത് സ്ലോപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണല്ലോ, അത് ഒരു റെവല്യൂഷനിൽ തീറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2πRA ഇൻറ്റു 1/RA ഡോട്ട് R അല്ലെങ്കിൽ ഇൻറ്റു R. ആ തീറ്റ എക്സ് വന്നത്, ഈ ഒരു വാല്യൂ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആംഗിൾ AOB എന്ന് പറയുന്നത് ഫൈ ആണ്. അങ്ങനെ വരുമ്പം ലെങ്ത് OA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഫൈയുടെ ഒരു ഇത് ടാൻ ഫൈ എന്നുള്ള റേഞ്ച് വെച്ച് എടുക്കുകയാണെങ്കിൽ RA, ഇവിടെ ഫൈ എടുത്താൽ ഇവിടെ ഫൈ അറിയാലോ, സോ ലെങ്ത് RA ബൈ ഫൈ. ഇതിൽ ഫൈ നമുക്ക് ഓൾറെഡി അറിയാം, ആംഗിൾ AOB ആണ്. ഇതെന്ന് പറയുന്നത് 1/R ആണ്. ടാൻ ഫൈ എടുക്കുന്നത്, ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അതിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 അഡ്ജസൻറ്റ് എന്ന് പറയുന്ന ലെങ്ത്, ഈ ഒരു ലെങ്ത് അത് R ആണ്. സോ 1/R. അപ്പോൾ ഫൈ ഇപ്പം നെഗ്ലിജിബിൾ, ടാനെ അങ്ങ് നെഗ്ലിജിബിൾ ആയിട്ട് എടുത്താൽ 1/R വരും. ഇതിന് RA/1/R എന്ന് വരും, വിച്ച് ഇസ് RA ഇൻറ്റു R എന്ന് വരും. പിന്നെ നമ്മൾ പറയുന്നത് ചേഞ്ച് ഓഫ് സ്ലോപ്പ് ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ അറ്റ് A എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് R, and that is equal to angle between two normal unit lengths of arc apart A. അത് ഇച്ചിരി പ്രൂഫ് ഒക്കെ ഉള്ള ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ആണ്. അതിൽ നിന്നാണ് ഈ OA ലെങ്ത് കണ്ടുപിടിച്ച് സിഗ്മ തീറ്റ എടുത്തത്. അപ്പം ഇതിന്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആണിത്. ആ മാത്തമാറ്റിക്കൽ പ്രൂഫ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ചേഞ്ച് ഓഫ് സ്ലോപ്പ് ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് R ഇസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദ ടു നോർമൽസ്. ഈ രണ്ട് നോർമലുകളുടെ ഇടയിലുള്ള ഈ ആംഗിളിനോട് ഈക്വൽ ആണ്, വിച്ച് ഇസ് ദ ചേഞ്ച് ഇൻ ദ സ്ലോപ്പ് ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ആ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, അതായത് ആ സിഗ്മ തീറ്റ ഇസ് ഈക്വൽ ടു രണ്ട് നോർമലുകൾ തമ്മിലുള്ള ആംഗിൾ എന്നാണ് കൺസെപ്റ്റ്. അങ്ങനെയാണ് നമുക്ക് തീറ്റ എക്സ് 2πRA ഇൻറ്റു 1/RA എന്ന് വന്നത്, വിച്ച് ഇസ് 2π/R എന്ന് വരും. അത് നമ്മൾ ഇന്റേണൽ വർക്ക് ഡണ്ണിന്റെ ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ MR ഇൻറ്റു 2π/R, R ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2πm. സോ ഇന്റേണൽ വർക്ക് ഡണ്ണ് 2πm. എക്സ്റ്റേണൽ വർക്ക് ഡണ്ണ് നേരത്തെ പോലെ തന്നെ W ഇൻറ്റു ഏരിയ ഓഫ് സെഗ്മെന്റ്. ഇതിൽ മൊത്തം
8 സെഗ്മെന്റ്സ് ഉണ്ട്. അത് ഫുൾ ആഡപ്പ് ചെയ്ത സർക്കിളിന്റെ ഏരിയ ആണല്ലോ വരുന്നത്. ഓരോ സെഗ്മെന്റിന്റെ ഏരിയ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അതെല്ലാം കൂടെ ആ സെഗ്മെന്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത ഉറപ്പായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പൊ പൈ ആർ സ്ക്വയർ ഇൻറ്റു അതിന്റെ ഡിസ്പ്ലേസ്ഡ് നേരത്തെ പോലെ തന്നെ ട്രയാങ്കുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡെൽറ്റ ബൈ 3. ഡെൽറ്റ 1 ആയതുകൊണ്ട് 1/3. W പൈ ആർ സ്ക്വയർ ബൈ 3. ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ W പൈ ആർ സ്ക്വയർ ബൈ 3 ഇസ് ഈക്വൽ ടു 2 പൈ m എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് m ഇസ് ഈക്വൽ ടു W ആർ സ്ക്വയർ ബൈ 6. ഇങ്ങനെയാണ് നമ്മൾ ഈ സർക്കുലർ റെക്ടാങ്കുലർ സ്ക്വയർ ഷേപ്പുകളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് വഴി ഈൽഡ് ലൈൻ അനാലിസിസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇക്വിലിബ്രിയം മെത്തേഡ് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.